സോ ഇതാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇസ്ലാമിക് ഫിനാൻസിൽ വരുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. ഗൈസ്, വെൽക്കം ടു എൻട്രിയിൽ വരെ ACCA. ഞാൻ സ്റ്റീവ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ACCAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഒരു സബ് ടോപ്പിക്കില്ലേ, നമ്മുടെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞത്, അതിൽ തന്നെ വേറെ ഒരു സബ് ടോപ്പിക്കാണിത്, ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നത്, നമ്മൾ കുറേ ACCAയിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇക്വിറ്റി, ഡെപ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് നോർമലി ഉള്ള കേസാണ്. മീൻസ് നോർമലി നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് കൂടാതെ ഇസ്ലാമിക്കലി ഉള്ള കുറേ കൺട്രീസ്, മീൻസ് മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള കുറേ കൺട്രീസ് ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസാണ്, കുറച്ച് സോഴ്സ് അവർ യൂസ് ചെയ്യുന്ന കുറച്ച് റൂൾസാണെന്ത് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് ഫിനാൻസ്. സോ അത് നമ്മൾ നോർമലി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. മീൻസ് അതിൻ്റെ പേര് മാത്രമല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നാണ് ഡിഫറെൻ്റ് ആണ്. മീൻസ് ഇസ്ലാമിക് ഫിനാൻസ് എയിം ടു സപ്പോർട്ട് ബിസിനസ് ആക്ടിവിറ്റീസ് ലൈക്ക് അതർ ഫിനാൻഷ്യൽ സിസ്റ്റം ബട്ട് ഫോളോസ് ഇസ്ലാമിക് ലോ, ഷാരിയ എന്ന് പറയും. ഷാരിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ലോ ഫോളോ ചെയ്തിട്ടുള്ള റൂൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞ റൂൾസ് മുന്നോട്ട് പോകുന്നത്. വിച്ച് പ്രൊഹിബിറ്റ്സ് ഇൻട്രസ്റ്റ്, എക്സസീവ് റിസ്ക് ആൻഡ് അൺഎത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. മീൻസ് ഇസ്ലാമിക് ഫിനാൻസ് ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതിലെന്ത് കാണത്തില്ല, ഭയങ്കര കൂടുതൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പിന്നെ അൺഎത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ഇവർ എന്ത് ചെയ്യത്തില്ല, കൂടുതൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അൺഎത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണമുള്ള ബെനിഫിറ്റ് എന്താ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സ് ത്രൂ നോക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൗദി അറേബ്യ, ഇറാൻ, മലേഷ്യ, UAE, കുവൈത്ത്, ഖത്തർ, ടർക്കി, ബഹ്റൈൻ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. ഇങ്ങനെ ആക്ച്വലി കുറേ കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇസ്ലാമിക് ഫിനാൻസ് ആക്ച്വലി കറൻ്റ്ലി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. മീൻസ് ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, നമുക്ക് കുറച്ച് റിസ്ക് കുറവായിരിക്കും, കുറച്ചും കൂടെ മോറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റൂൾസ് വെച്ച് ഫോളോ ചെയ്യുന്ന സംഭവമാണെന്ത് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കമ്പനീസ്, സ്റ്റാർട്ടപ്സ് പോലത്തെ കമ്പനീസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ത് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിക് ലോ ആണ്, ഷാരിയ എന്ന് പറയും. ഇസ്ലാമിക് ലോ ആയിട്ടുള്ള ഷാരിയ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്, ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു റൂള് തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്, മീൻസ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ആദ്യത്തെ ഫീച്ചേഴ്സാണ് എന്ത്, ഇവിടെ നമുക്ക് പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ നോർമലി നമ്മുടെ ഇക്വിറ്റി അതിലൊക്കെ പഠിച്ചെങ്ങനെയാണ്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇല്ലേ, അവിടെ നമ്മളിങ്ങനെ പഠിച്ചേ നമ്മുടെ ഇതെന്ത് ചെയ്യും, പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. പക്ഷേ ലോസിനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെന്ത്, ഇവിടെ പ്രോഫിറ്റും ലോസും എന്തായിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. പ്രോഫിറ്റ് വന്നാലും ഷെയർ ആക്കണം, ലോസ് വന്നാലും എത്ര പാർട്ട്നേഴ്സാണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര ഓണേഴ്സാണോ ഉള്ളത് അവരെന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. ലോസ് വന്നാലും എല്ലാവരും എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. പ്രോഫിറ്റ് മാത്രമേ ഞാൻ മേടിക്കുള്ളൂ, ലോസ് വന്നാലും ഞാനില്ല നീ ഏറ്റെടുത്തോ, അങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. ലോസും എന്തായിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. അതാണ് ഇവിടുത്തെ ആദ്യത്തെ എന്ത് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, ഇവിടെ ഇൻട്രസ്റ്റ് അലൗഡ് അല്ല. ഇവിടെ നോ ഇൻട്രസ്റ്റ് റിബ ഇസ് അലൗഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തായാലും എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. അങ്ങനെയാണ് നോർമൽ കേസ്. പക്ഷേ ഇസ്ലാമിക് ഫിനാൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ബാങ്ക്, അവിടെ എന്തായിരിക്കും, അവിടെ ഇൻട്രസ്റ്റ് എന്തായിരിക്കത്തില്ല, അലൗഡ് അല്ല. ഒരാൾ വന്ന് ലോൺ എടുത്താൽ അവിടെ എന്താ വരത്തില്ല, ഇൻട്രസ്റ്റേ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ചും കൂടെ മോറലി അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ലോൺ എടുക്കുന്ന ഒരാൾക്ക് എന്തായാലും എന്ത് കാണത്തില്ല, ക്യാഷ് കാണത്തില്ല. ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ലേ ആൾ ലോൺ എടുക്കുന്നത്, ശരിയല്ലേ. അപ്പം ആളുടെ അടുത്ത് പോയിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ കുറച്ച് ഇൻട്രസ്റ്റ് അങ്ങനെ ചോദിക്കുന്നത് ആക്ച്വലി മോറലി അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ നമ്മൾ ഫിനാൻഷ്യലി ചിന്തിക്കുമ്പോൾ ബാങ്കിന് ലാഭം വേണം, ശരിയല്ലേ. പക്ഷേ മോറലി ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് അല്ലേ. അതാണ് ഇസ്ലാമിക് ലോ ഫോളോ ചെയ്യുന്നത്. ഇവിടെ എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് നമ്മൾ ഇസ്ലാമിക്കലി പറയുന്നൊരു ടേമാണെന്ത്, റിബ എന്ന് പറയും. ഇൻട്രസ്റ്റിന് വേറൊരു ടേമാണ് റിബ. സോ ഇൻട്രസ്റ്റ് അഥവാ റിബ എന്തല്ല, അലൗഡ് അല്ല. പിന്നെ നമുക്കെന്താണ്, ഫിനാൻസ് റെസ്ട്രിക്റ്റഡ് ആണ്. ആര് പോയി ലോൺ ചോദിച്ചാലും ഇസ്ലാമിക് ഫിനാൻസ് ഫോളോ ചെയ്യുന്ന ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കൺട്രി എന്ത് ചെയ്യത്തില്ല, അത് ലോൺ പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇസ്ലാമിക്കലി അക്സെപ്റ്റഡ് ട്രാൻസാക്ഷൻസിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഒരു ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, ഫണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. മീൻസ്
നമുക്ക് ഇസ്ലാമിക്കലി അക്സെപ്റ്റഡ് അല്ലാത്ത ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ആൽക്കഹോൾ, ഗാംബ്ലിങ് അങ്ങനത്തെ സംഭവങ്ങളിലേക്കുള്ള ഫണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലും വന്ന് ലോൺ ചോദിച്ചാൽ ഇവരെന്ത് ചെയ്യത്തില്ല, പ്രൊവൈഡ് ചെയ്യത്തില്ല. എക്സാമ്പിൾ നമ്മളിപ്പോൾ കാസിനോ ബിസിനസ് ഒക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ആക്ച്വലി ഗാംബ്ലിംഗ് ആണ്, ചീട്ടുകളി. അതിനൊക്കെ പോയി ആരെങ്കിലും അത് തുടങ്ങാനായിട്ട് അതിൻ്റെ ഒരു കമ്പനി കാസിനോ ഒക്കെ തുടങ്ങാനായിട്ട് ആരെങ്കിലും പോയി ലോൺ ചോദിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഇസ്ലാമിക് ഫിനാൻസ് ഫോളോ ചെയ്യുന്ന ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കൺട്രി എന്ത് ചെയ്യത്തില്ല, അവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യത്തില്ല. സോ എത്തിക്കലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എത്തിക്കൽ ആൻഡ് മോറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എൻകറേജ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ, ഓക്കെ, സെറ്റ് ആയിക്കോ, പക്ഷേ അതെന്തായിരിക്കണം, കുറച്ചും കൂടെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നാണ് ആര് പറയുന്നത്, ഇസ്ലാമിക് ഫിനാൻസ് പറഞ്ഞു വരുന്നത്. സോ ഇതാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇസ്ലാമിക് ഫിനാൻസിൽ വരുന്ന കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. നമ്മൾ നോർമലി കുറേ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടില്ലേ, ഡെപ്റ്റ്, ഇക്വിറ്റി, ലോൺ നോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ വേറെ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ആണെന്ത്, മുറാബഹ എന്ന് പറയും. മുറാബഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ലോണില്ലേ, ബാങ്ക് ലോൺ, അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ടേമിൽ പറയുന്നതാണെന്ത്, മുറാബഹ. പേരിൽ മാത്രമല്ല ഡിഫറൻസ്, ട്രീറ്റ്മെൻറ്റിലുള്ള ഡിഫറൻസ് നമ്മളത് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അടുത്ത വരുന്നതാണെന്ത്, ഇജാറ എന്ന് പറയുന്നത്. ഇജാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള ലീസ് ഫിനാൻസ് ഇല്ലേ, ലീസിന് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ FRലും FM ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ലീസിന് സാധനം എടുക്കും, ഒരാൾക്ക് ഒരു മെഷീൻ ഇല്ല, ആൾക്ക് എന്ത് ചെയ്യാം, സാധനം ലീസിന് എടുക്കാം. അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൽ പറയുന്ന ഒരു ടേമാണ് ഇജാറ. ഇതിൻ്റെയും ട്രീറ്റ്മെൻറ്റിലും ഡിഫറൻസ് ഉണ്ട്, പേരിൽ മാത്രമല്ല ഡിഫറൻസ്. പിന്നെ ഉള്ള ഒരു ഇതാണെന്ത്, സുക്കൂക്ക് എന്ന് പറയുന്നത്. നമ്മൾ ലോൺ നോട്ട്, നമ്മുടെ ലോൺ സ്റ്റോക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടില്ലേ, കടപ്പത്രം എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ നോർമലി ഉള്ള കേസിൽ, അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൽ പറയുന്നതാണ് സുക്കൂക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുദാറബ എന്നൊരു സംഭവമുണ്ട്. മുദാറബ നമ്മളെ നോർമലി ഉള്ള കേസിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ഒക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ടേമിൽ പറയുകയാണെന്ത്, മുദാറബ എന്ന് പറയുന്നത്. മുദാറബ എന്ന് പറയുന്നത്. പിന്നെ അടുത്തയാണെന്ത്, നമ്മുടെ വെഞ്ചർ ക്യാപിറ്റൽ അല്ലെ പാർട്ട്ണർഷിപ്പ് ഒക്കെ കേട്ടിട്ടില്ലേ, അതിലെ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ടേംസിൽ പറയുന്നതാണ് മുഷാറക്ക എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആകണ്ട, നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് നോക്കാം, മുറാബഹ അഥവാ നമ്മുടെ ലോൺ, ബാങ്ക് ലോൺ എന്താണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മുറാബഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡ് ക്രെഡിറ്റ് ഓർ ലോൺ, അതിനെ നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ടേംസിൽ പറയണത് മുറാബഹ എന്ന് പറയുന്നത്. അപ്പോൾ മുറാബഹയും നോർമൽ ലോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, നമ്മൾ നോർമലി ഒരു വീട് വെക്കാനായിട്ട് ഒരാൾ ലോൺ എടുക്കാൻ ബാങ്കിൽ പോകുമെന്ന് വിചാരിക്കും. വീട് വെക്കാനായിട്ട് ലോൺ എടുക്കാൻ ബാങ്കിൽ പോകുമെന്ന് വിചാരിക്കും. ഇയാൾ വീട് വെക്കാനായിട്ട് ലോൺ എടുക്കും, ബാങ്ക് ലോൺ കൊടുക്കും. ഒരു 1 crore ആണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കും. ഒരു 10 വർഷത്തേക്കാണ് എടുത്തതെന്ന് വിചാരിക്കും. 10 വർഷം ഇയാൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. പക്ഷേ ഈ വീട് ആരുടെ പേരിലായിരിക്കും, ഈ വീടിൻ്റെ ഓണറിൻ്റെ പേരിലായിരിക്കത്തില്ലേ അല്ലേ. ലോൺ എടുത്തത് ബാങ്കിൽ നിന്നാണ്, ഓക്കെ, പക്ഷേ വീട് ആരുടെ പേരിലായിരിക്കും, ഈ ഓണറിൻ്റെ പേരിലായിരിക്കും. പക്ഷേ ഇയാൾ എന്ത് കൊടുക്കണം, ലോണിന് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റും പേ ചെയ്യണം, ശരിയല്ലേ. പക്ഷേ അത് നോർമൽ കേസ് അല്ലേ. പക്ഷേ നമ്മുടെ ഇസ്ലാമിക് ഫിനാൻസിലേക്ക് വരുമ്പം, മുറാബഹയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരാൾ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ആയിരിക്കും എന്ത്, ആ ഒരു അസറ്റിൻ്റെ ഓണർ. ഒരാൾ വീട് വെക്കാനായിട്ട് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ അല്ലെ $1 കോടി ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഓണർ ആരായിരിക്കും, നമ്മുടെ ബാങ്ക് ആയിരിക്കും അതിൻ്റെ ഓണർ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണ്ട, ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും പേ ചെയ്യണ്ട, ബാങ്ക് ആയിരിക്കും പക്ഷേ ഓണർ. നമുക്ക് എന്ത് ചെയ്യാം, പതിയെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ത്രൂ എന്ത് ചെയ്യാം, പൈസ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ അടച്ച് തീർത്താൽ മതി. അപ്പോൾ അങ്ങനെ 1 കോടി ആകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് എന്തിനും കുറച്ച് പ്രോഫിറ്റിനായിരിക്കും അത് സെല്ല് ചെയ്യുന്നത്. ഇയാളിപ്പോൾ ഒരു 1 കോടിക്കാണ് വീട് നമ്മൾ ലോൺ എടുത്തെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഒരു 1.5 crore അല്ലെങ്കിൽ ഒരു 1 കോടി 5 ലക്ഷം ആ രീതിയിലായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ഇത് ഓണറിന് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ 1 കോടി 5 ലക്ഷം എപ്പം നമ്മുടെ ഓണർ ബാങ്കിന് കൊടുക്കുന്നു, അപ്പം അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ആവും, നമ്മുടെ ഓണറിന് ട്രാൻസ്ഫർ ആവും. ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇവിടുത്തെ കുറച്ചും കൂടെ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ പീരീഡ് ഓഫ് റീപേയ്മെൻറ്റ്സ് കുഡ് ബി എക്സ്റ്റെൻഡഡ് ബട്ട് നോ പെനാൽറ്റീസ് ഓർ അഡീഷണൽ മാർക്കപ്പ് മേ ബി ആഡഡ് ബൈ ദ ബാങ്ക്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ചില ആൾക്കാർക്ക് കറക്റ്റ് സമയത്ത് ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ലെന്ന് വരും അല്ലേ.
അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ ഒരു റീപേയ്മെൻറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. 5 വർഷം കൊണ്ട് റീപേ ചെയ്യാമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അയാൾക്ക് റീപേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 6 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഇനി അഡീഷണൽ പെനാൽറ്റിയോ ഫൈനോ കാര്യങ്ങളോ ഒന്നും മേടിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടെ എന്താണ് മോറലി നോക്കി പോകുന്നൊരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണം. ഇപ്പോൾ ബാങ്കിന് അഥവാ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് തോന്നുവാണ്. ഇയാൾക്ക് ക്യാഷ് ഇല്ല, ഇയാൾക്ക് അടയ്ക്കാൻ അത്ര ഫിനാൻഷ്യൽ സിറ്റുവേഷനിലല്ല. സോ ഇന്നലെ കുറച്ച് കൊടുക്കാൻ തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ആര് പറയുന്നത്? ഇസ്ലാമിക് ഫിനാൻസ് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി എന്ത് മുറാബഹ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ നമ്മുടെ എന്താണ് ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ച്വലി ഈ മുറാബഹ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? നമുക്ക് ആഫ്രിക്കയിൽ കുറേ മേജർ ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2017 ആക്ച്വലി IDB എന്താക്കി? സെനഗലിൻ്റെ ക്യാപിറ്റലായുള്ള ദാക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയൊരു ഹൈവേ പണിതു. അത് ആക്ച്വലി മുറാബഹ ബേസ് ചെയ്താണ് എന്ത് ചെയ്തത്? ഫിനാൻസ് ചെയ്തത്. സെനഗൽ പോലത്തെ ആഫ്രിക്കൻ കൺട്രീസാണ് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. സോ അവിടെ ഈ മുറാബഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യണ്ട? ഇൻട്രസ്റ്റ് പേ ചെയ്യണ്ട. സോ അങ്ങനെയാണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്തത്? സംഭവം ഫണ്ട് ചെയ്തത്. അപ്പോൾ മുറാബഹ ബേസ് ചെയ്താണ് ഫണ്ട് ചെയ്തത്. അപ്പോൾ സെനഗലിൻ്റെ എക്കണോമി കാര്യങ്ങളൊക്കെ എന്തായി? ആക്ച്വലി ഡെവലപ്പായി. അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോൾ എന്തായി? ഡെവലപ്പായി. സോ അതാണ് ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. റിയൽ വേൾഡിൽ പല ഗവൺമെൻറ്റും പല കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്? മുറാബഹ എന്ന് പറഞ്ഞൊരു ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മളിപ്പോൾ മുറാബഹയാണ് നോക്കി. അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നോക്കാം. ഏത്? ഇസ്ലാമിക് ഫിനാൻസിലെ അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇജാറ അഥവാ ലീസ് ഫിനാൻസ്. നോർമലി നമ്മൾ ലീസ് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി ചോദിക്കും, എന്ത് ഇങ്ങനെ ഒരു മെഷീൻ അല്ലെങ്കിൽ വണ്ടി എന്തുണ്ട്, ലീസിനുണ്ടോ, ലീസിന് തരാമോ എന്ന് ചോദിക്കും അല്ലേ? നോർമൽ കേസ് അതാണ്. പക്ഷേ ഇസ്ലാമിക് ഫിനാൻസ് ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ എന്തായിരിക്കും? ബാങ്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് തന്നെ എന്ത് കാണും? കുറച്ച് അസറ്റ്സ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്തെങ്കിലും അസറ്റ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? നേരെ ബാങ്കിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എന്ത് നമുക്ക് ഇങ്ങനെ ഇന്ന അസറ്റ് വേണം, ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണം, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, എത്രയാണ് ക്യാഷ് വരുന്നത്, എത്രയാണ് റെൻ്റൽ ലീസ് പേയ്മെൻറ്റ് വരുന്നതെന്ന് ചോദിക്കും. അവരെന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. സോ ബാങ്ക് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതാണ് ആദ്യത്തെ മേജർ ഡിഫറൻസ്. ഇനി ഇത് കൂടാതെ വേറെയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇജാറയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഇജാറ എന്ന് പറയുമ്പോൾ എന്താണ്? അതിലൊരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. നമ്മളൊരു ലീസിലാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലീസ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. അതേപോലെ തന്നെ നമ്മളൊരു ഇജാറ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. അപ്പോൾ ഇതിലെന്ത് വേണം? ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് വേണം. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ത്? ഇതിൽ ആ ഒരു അസറ്റിൻ്റെ എങ്ങനെയാണ് ആ ഒരു അസറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ക്രൈറ്റീരിയ എന്ത് വേണം? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ അസറ്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര വലിപ്പമുള്ള ഫാക്ടറിയിലെ ഈ ഒരു മെഷീൻ കൊണ്ട് വെക്കാൻ പാടുള്ളൂ, ഇത് നോക്കി നടത്താൻ ഇത്ര എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. അടുത്തൊരു ക്രൈറ്റീരിയ ആണെന്ത്? ലെസ്സർ അഥവാ ലീസിന് കൊടുക്കുന്ന ആളായിരിക്കും എന്ത്? നമ്മുടെ മേജർ മെയിൻ്റനൻസിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. നമ്മൾ നോർമലി ഉള്ള ലീസിൻ്റെ കേസിൽ ലീസിന് എടുക്കുന്ന ആളായിരിക്കും എന്ത്? എന്തെങ്കിലും മേജർ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ആക്ച്വലി ഇവിടെ എന്താണ്? ലീസിന് കൊടുക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? മേജറായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മേജർ മെയിൻ്റനൻസ് ലീസിന് കൊടുക്കുന്ന ആൾ ചെയ്യുമെന്ന് പറഞ്ഞ് ലീസിന് എടുക്കുന്ന ആൾ ഒന്നും ചുമ്മാ ആകെ ഇതായിട്ട് അസറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ആളെന്ത് ചെയ്യണം? നല്ല രീതിയിൽ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കണം. ഇതാണെന്ത്? നമ്മുടെ ഇജാറയുടെ 3 ക്രൈറ്റീരിയാസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇജാറയുടെയും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ആക്ച്വലി നമ്മുടെ എമിറേറ്റ്സ് എയർലൈൻസ് ഇല്ലേ, 2014 കുറേ ഫ്ലൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെ അടുത്ത് നിന്ന്? ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ നിന്ന്. ആക്ച്വലി അവർ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇസ്ലാമിക് ഫിനാൻസ് ആണ്. സോ ആ ഒരു എയർലൈൻസ് പോലും നമ്മൾ ഇജാറ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ലീസിന് സാധനം എടുത്തത്. സോ ഇതാണ് ഇജാറയുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മൾ എന്തൊക്കെയാണിന്ന് നോക്കാം. നമുക്കിന്ന് ആക്ച്വലി നമ്മൾ ആദ്യമേ നോക്കി എന്താ? ഇസ്ലാമിക് ഫിനാൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി. അതുകൂടാതെ ഇസ്ലാമിക് ഫിനാൻസിന് കുറച്ച് ഫീച്ചേഴ്സ് നോക്കി. എന്തൊക്കെ? ഇൻട്രസ്റ്റ് ഇല്ല, ഇസ്ലാമിക്കിലെ അക്സെപ്റ്റഡ് ട്രാൻസാക്ഷൻസിലേ പറ്റുള്ളൂ, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കി? ഇതിൽ 2 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി.
മുറാബഹയും നോക്കി, ഇജാറയും നോക്കി. മുറാബഹ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബാങ്ക് ലോൺ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഓണർഷിപ്പ് ആരുടെ ആയിരിക്കും? നമ്മുടെ ആരാണോ ലോൺ കൊടുക്കുന്നത് അവരുടെ ആയിരിക്കും. ഇൻട്രസ്റ്റും കാണത്തില്ല. ഇജാറ എന്ന് പറഞ്ഞാൽ ലീസ് ഫിനാൻസ് ആണ്. നോർമലി ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബാങ്ക് ആയിരിക്കും നമ്മുടെ അസറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മേജർ മെയിൻ്റനൻസ് നടത്തുന്ന ലെസ്സർ ആയിരിക്കും, അഥവാ ലീസിന് കൊടുക്കുന്ന ആളായിരിക്കും. പിന്നെ ലെസ്സി എന്ത് ചെയ്യണം, അഥവാ ലീസിന് എടുക്കുന്ന ആൾ എന്ത് ചെയ്യണം, അസറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.